ദയവ് ചെയ്ത് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് മാറ്റല്ലേ. എന്റെ ജനനം മുതൽ കണ്ടോണ്ടിരിക്കുന്ന 80 വയസ്സായി എനിക്ക്. எங்களை போஸ்ட் ஆஃபீஸ் இங்கேருந்து மாறுறது பயங்கர புத்திமட்டாக்குமே. என்னத்துக்கு ஆனாலும் இதுக்குள்ள நாங்க ஓடி வந்துட்டு இருக்கோம். ഈ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് മാറ്റുന്നത് ഞങ്ങൾ ഈ പ്രായമായ എനിക്ക് വലിയ 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 ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ സൗകര്യങ്ങൾ ഇതാണ്. തെക്കേക്കോട്ട പോസ്റ്റ് ഓഫീസാണ് എളുപ്പം. ഞങ്ങൾ ഇവിടെ ജീവിതത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യം കാലമൊക്കെ അസൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്ന് പോണത് വല്ലപ്പോഴൊക്കെ. നമസ്കാരം. എന്തായാലും നമ്മളെ ഈ അട്ടക്കുളങ്ങര പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജനങ്ങളെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം. നമ്മുടെ ജനങ്ങൾ തമ്മിലും പല ഇൻഫർമേഷനുകളും മുൻകാലങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്ത് തപാൽ ഓഫീസ് മുഖേന്തരമാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ അട്ടക്കുളങ്ങര ഈ പോസ്റ്റ് ഓഫീസ് പൂട്ടുന്നു എന്നൊരു വാർത്തയാണ് ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാരെല്ലാവരും പറയുന്നത്. പക്ഷെ അത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ്. അങ്ങനെ ഒരിക്കലും അങ്ങനെ നടപടിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ പെൻഷൻ തുക, ജനങ്ങളുടെ ഇൻഷുറൻസ് തുക, അങ്ങനെ പല കാര്യങ്ങളിലും ഇവിടെയുള്ള എല്ലാ നമ്മുടെ ഗുരുനാഥന്മാർക്കും നമ്മുടെ വാർത്തയ്ക്കും ബാധിച്ച് പല ഭാഗത്തേക്കും പോകാൻ കഴിയാതെ അവർ ഓടി വന്ന് ഇതിനെ അഭയം പ്രാപിക്കാറുണ്ട്. ദയവ് ചെയ്ത് ഇതിന്റെ അധികാരികൾ ഈ അട്ടക്കുളങ്ങര തപാൽ ഓഫീസ് പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട അധികാരികൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എൻ്റെ പേര് ഗിരി എന്നാണ്, കമലേശ്വരം വാർഡിന്റെ കൗൺസിലറാണ്. അങ്ങനെ പൂട്ടുന്ന നടപടിയുമായി മുന്നോട്ട് പോയാൽ നമ്മളെ പോലുള്ളവർ സമരരംഗത്തേക്ക് വരേണ്ടി വരും. അതിശക്തമായ സമരം സംഘടിപ്പിക്കേണ്ടി വരും. കാരണം ഇവിടെ തന്നെ ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു അവരുടേതായിട്ടുള്ള പെൻഷൻ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ തപാൽ ഓഫീസാണ്. അപ്പോൾ ആ തപാൽ ഓഫീസ് പൂട്ടിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ്. അവർക്കൊക്കെ 60-80 വയസ്സുള്ളവരാണ്. ദയവായി ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അധികാരികൾ പിന്മാറണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കത്തിടപാടുകൾ, മറ്റും എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇത് അട്ടക്കുളങ്ങര പോസ്റ്റ് ഓഫീസാണ് ഏക ആശ്രയമായിട്ടുള്ളത്. ഇതിന് അടുത്തായിട്ടുള്ളതൊന്നും ഒരു പോസ്റ്റ് ഓഫീസായിട്ട് എല്ലാം കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് ഇത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അധികാരികൾ ഇതിന് നേരെ എന്താണ് വേണ്ടെന്നുള്ളത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ഇവിടെ തന്നെ അത് നിലനിർത്താനായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൗരാണികത നിലനിൽക്കുന്ന ഈ പോസ്റ്റ് ഓഫീസ് വളരെയേറെ പ്രാധാന്യമുള്ളതും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെ വൈകാരികത ഉള്ളതുമായ ഒരു കെട്ടിടമാണ്. ഇത് നമ്മൾ കാണുമ്പോൾ ഒരു കെട്ടിടമാണെങ്കിലും ഇത് എല്ലാവരുടെയും വളരെ മാനസികമായിട്ട് അടുപ്പമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ 10,000-കണക്കിന് അക്കൗണ്ടുകളുണ്ട്. ദിനം പ്രതി 100-കണക്കിന് ആളുകൾ വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. വളരെ അടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസായ ഈ പ്രദേശത്ത് വളരെ മുതിർന്ന സീനിയർ സിറ്റിസൺ ഒരുപാട് തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലമാണ്. വളരെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പോസ്റ്റ് എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിൽ നിന്നും ഓൺലൈനിലോട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ പോലും 100-കണക്കിന് ആളുകൾ ദിവസവും ഈ സ്ഥാപനത്തെ പ്രതീക്ഷിച്ച് ഇവിടെ വന്ന് കാര്യങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ട് അധികാരികൾ ഇതൊന്ന് ഗൗരവത്തിലെടുക്കുകയും ഈ സ്ഥാപനം ഇവിടെ തന്നെ നിലനിർത്തി പോകണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. അത് അധികാരികൾ ഉൾക്കൊള്ളുമെന്ന് വിശ്വസിച്ചു കൊള്ളുന്നു. ഇതിനു വേണ്ടിയുള്ള ഇപ്പോൾ ഒപ്പുശേഖരണങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുമായും കണ്ട് ജനങ്ങളുടെ ആവശ്യം ഉന്നയിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സമീപകാലത്തൊരു വാർത്ത കേട്ടു, ഈ അട്ടക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തനം നിർത്താൻ പോവുകയാണ്. ഇതിൻ്റെ സേവനങ്ങളൊക്കെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിലോട്ട് മെർജ് ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു വാർത്ത കേട്ടു. എന്തായാലും അത് നല്ലൊരു ശുഭകരമായ വാർത്തയല്ല. കാരണം ഈ തിരുവിതാംകൂറിൻ്റെയും ഈ കോട്ടയ്ക്കകത്തെ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് ഈ അട്ടക്കുളങ്ങര പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസിനെ ആശ്രയിച്ച് ജനങ്ങൾക്ക് സേവനം നടത്തിയിരുന്ന സമയത്ത് ഏറ്റവും തിരക്കുള്ള ഒരു പോസ്റ്റ് ഓഫീസായിരുന്നു. ഇന്ന് മറ്റ് സേവനങ്ങളൊക്കെ വ്യാപിപ്പിച്ചതുകൊണ്ട് ഈ അട്ടക്കുളങ്ങര പോസ്റ്റ് ഓഫീസിന്റെ പ്രൗഢിയൊന്നും കുറഞ്ഞിട്ടില്ല. കാരണം ആളുകൾക്ക് യാത്രാ സൗകര്യം ഉള്ളതുകൊണ്ട് മറ്റ് പോസ്റ്റ് ഓഫീസിൽ പോകുന്നു. പക്ഷേ ഈ പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ അട്ടക്കുളങ്ങര പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും.
അത് ഈ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിട്ട് 100 കൊല്ലത്തിൽ കൂടുതലായി. രാജഭരണകാലത്തുണ്ടായ പോസ്റ്റ് ഓഫീസാണ്. ഈ സ്വന്തം ബിൽഡിംഗ് ആണ്, ഇതിന് വാടകയൊന്നുമില്ല. ഇത് ക്ലോസ് ചെയ്ത് വലിയ ബർഡനൊന്നും ഗവൺമെന്റിനില്ല. പിന്നെ ഈ അടുത്ത 1-ാം തെരു 2-ാം തെരു 3-ാം ഒരു 10,000 പേർക്ക് ഈ പോസ്റ്റ് ഓഫീസ് കൊണ്ട് പ്രയോജനമുണ്ട്. ഒരുപാട് ഡെപ്പോസിറ്റ് ഇതിലുണ്ട്. അതും റിട്ടയർ ആയ സീനിയർ സിറ്റിസൺ ഡെപ്പോസിറ്റാണ് ഈ പോസ്റ്റ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ. അവർക്ക് എന്താണെന്ന് വെച്ചാൽ വന്ന് എടുക്കാനും ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. മന്ത്ലി വിഡ്രോ ചെയ്യുന്നവരുണ്ട്, ഇൻസ്റ്റാൾമെന്റിൽ വിഡ്രോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസ് വേറെ പോസ്റ്റ് ഓഫീസ് പോലെ അല്ല. ഇത് കൂട്ടിയ ഇവിടുത്തെ ഒരുപാട് ജനങ്ങൾക്ക് വളരെ കഷ്ടമാവും. ഇതില്ലെങ്കിൽ ഒന്നും നമ്മൾ ചാലയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ വടക്കേ കൊട്ടാരത്തിൽ പോകേണ്ടി വരും. കുറഞ്ഞത് ഒരു 1/2 കിലോമീറ്റർ എങ്കിലും നടക്കാതെ വേറെ പോസ്റ്റ് ഓഫീസിൽ പോകാൻ ഒക്കില്ല. ആക്ച്വലി ഈ പോസ്റ്റ് ഓഫീസ് ക്ലോസ് ചെയ്യുന്നതിൽ വളരെ ദുഃഖമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറഞ്ഞാൽ ഇത് അഞ്ചൽ ഓഫീസായിട്ട് മാറിയിട്ട് പിന്നെ പോസ്റ്റ് ഓഫീസായിട്ട് മാറിയ ഈ സൗത്ത് സൈഡിലുള്ളവർക്ക്, അമ്പലത്തിന്റെ സൗത്ത് ആയിട്ടുള്ളവർക്ക്, പ്ലസ് ഫസ്റ്റ് പുത്തൻ സ്ട്രീറ്റ്, തെക്കൻ പുത്തൻ സ്ട്രീറ്റ്, തേർഡ് പുത്തൻ സ്ട്രീറ്റ് ആൻഡ് പ്ലസ് ശ്രീവരാഹം ബെൽറ്റ് ഉള്ളവർക്ക് കൂടെ ഇത് കൺവീനിയന്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസാണ്. ശ്രീവരാഹം ബെൽറ്റിൽ പോയി കഴിഞ്ഞാൽ വേറെ പോസ്റ്റ് ഓഫീസിൽ ദേ ഹാവ് ടു ഗോ ടു മണക്കാട് പോസ്റ്റ് ഓഫീസ് പോകണം. ഇറ്റ്സ് ടു ഫാർ അവരെ സംബന്ധിച്ചോളം. ഇത് ഒരു കാരണവശാലും ചാല പോസ്റ്റ് ഓഫീസ് ഡിഫിക്കൽട്ട്. ഇവരെല്ലാം എന്താ പറഞ്ഞാല് ഓൾഡ് പീപ്പിൾ ആണ് ഉള്ളത്. എത്രയോ വർഷമായിട്ട് താമസിക്കുന്നതാണ് ഉള്ളത്. ഇപ്പം റീസെന്റ് ആയിട്ട് താമസിക്കുന്നില്ല. എത്രയോ വർഷമായിട്ട് 60 വയസ്സും എല്ലാവരും എല്ലാം ഓൾഡ് പീപ്പിൾസ് മാത്രമാണ് ഉള്ളത്. അവരുടെ ഡെപ്പോസിറ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. ഇല്ലാലേക്ക് ഈ പോസ്റ്റ് ഓഫീസിന് പ്രോഫിറ്റ് ലൈക്ക് ലോസ് ഒന്നും ഇല്ല. ദർ ഇസ് നോ ലോസ് അറ്റ് ആൾ. ഞങ്ങൾ ഈ പരിസരവാസികളാണ്, പ്രായമായവരുമാണ്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉള്ളത്. ഞങ്ങൾക്ക് വേറെ ചിട്ടിയോ ഒന്നുമില്ല. ഞങ്ങളുടെ പൈസ എല്ലാം ഇടുന്നതും ഞങ്ങളെ സൗകര്യം പോലെ എടുക്കുന്നതും എല്ലാം ഞങ്ങൾക്ക് ഈ പോസ്റ്റ് ഓഫീസാണ്. ഏറ്റവും വലുത് ഒരു അഡ്രസ്സാണ്. പോസ്റ്റ് ഓഫീസ് അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ ഒരു അഡ്രസ്സാണ്. ഇത് ഇവിടെ നിന്ന് മാറ്റരുത്. ഞങ്ങൾക്ക് അതൊരു വലിയൊരു അപേക്ഷയാണ്. കാര്യം ഞങ്ങൾ വളരെ കൊച്ചുകാലം തൊട്ട് കണ്ടുവരുന്നതാണ്. പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണ് ഞങ്ങളുടെ വീടെന്ന് പറയാൻ ഒരു അഡ്രസ്സാണ്. ഞങ്ങൾക്ക് വേറെ ചിട്ടിയിലോ ബാങ്ക് വരെ പോകാൻ പോലും ഞങ്ങൾക്ക് ATM എടുക്കാനില്ല. നമുക്ക് പ്രയാസമാണ്. ഇവിടെ ഉള്ളവരുടെ സ്വഭാവവും ഞങ്ങൾക്ക് വളരെ അനുകൂലവുമാണ്. ഞങ്ങൾക്ക് എന്തുണ്ടോ ഓടി വന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലുള്ള പൈസ എടുത്തോണ്ട് വരുമ്പോൾ അത്രയും സ്വാതന്ത്ര്യത്തോടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും മാറ്റരുത്. This post office is very good for good service, and we have been utilizing it for so many years. It should not go at any cost. If necessary, we will take up the matter with Modi also. Sairam. ഇവിടെ ആകുമ്പോൾ നമുക്ക് അയൽപക്കത്താണ്, അപ്പം നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ അങ്ങോട്ടൊക്കെ മാറ്റിയാൽ നമുക്ക് പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ ചെയ്യണതിലാണ് താല്പര്യം. ഞാൻ പുത്തൻ തെരുവിലാണ് താമസിക്കുന്നത്. നമുക്ക് ഈ അട്ടകുളങ്ങര പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ്. എത്രയോ വർഷമായിട്ട് അതിന്റെ ഉപകാരം നമുക്കുണ്ട്. അതുകൊണ്ട് അത് പൂട്ടാതെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. പോസ്റ്റ് ഓഫീസ് നമ്മളിവിടെ വന്നിട്ട് എല്ലാവർക്കും ഉപകാരമുള്ളതാണ് പോസ്റ്റ് ഓഫീസ്. ഇത് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾ ഞാനൊക്കെ ജനിക്കുന്ന മുമ്പ് ഇവിടെ ഉള്ളതാണ് പോസ്റ്റ് ഓഫീസ്. ഇത് എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ വീടുകൾ വന്ന് ചോദിച്ചു. നമ്മുടെ അടുത്തൊന്നും ചോദിച്ചില്ല, നമ്മളൊക്കെ ഇവിടെ അടുത്തുള്ളവരാണ്. ഇല്ല, അവർ ആരോടത്തൊക്കെ വന്ന് ചോദിച്ചിട്ടൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ആരെയാണെന്നുള്ള അവർക്ക് ഒരു തെളിവുമില്ല. അങ്ങനെ വച്ചും കൊണ്ടാണ് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ആവശ്യം. ഇവിടെ ഒരുപാട് പേർക്ക് കൂടാനും കൂടി നല്ല ഒരു ഇവിടെയുള്ള ഈ ഒട്ടുമുക്കാൽ പേർക്കും ഉപകാരമുള്ളതാണ് ഈ പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസ് ഇങ്ങനെ ഈ അടയ്ക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ വെറുപ്പുണ്ട്. കട്ടായം തീർച്ചയായിട്ടും ഇരിക്കണം. എല്ലാവരുടെ അഭിപ്രായമാണ്. ഈ അയ്യാവതി സ്ട്രീറ്റ് അസോസിയേഷന്റെ ഇത് പൂട്ടാൻ പാടില്ലെന്നുള്ള ഒരു ഇതാണ്, ഒരു മെമ്മോറാണ്ടമാണ് ഇത്. അത് നമ്മൾ ഈ അയ്യാവതി സ്ട്രീറ്റിലെ എല്ലാ വീടുകളിലും കയറി ഓരോരുത്തർക്കും ഒപ്പ് ശേഖരിച്ചിട്ടുണ്ട്, ടെലിഫോൺ നമ്പർ അടക്കം. ഈ പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തതിന് 10 അസോസിയേഷനുണ്ട്. ഈ 10 അസോസിയേഷനുള്ള ആളുകൾ കൊടുത്താൽ തന്നെ ഒരു 1000 പേരുടെ തൊട്ടെങ്കിലും